ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള 2-3 ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് തരാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ഒരു 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇതിന് 1 കപ്പും പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി എടുക്കട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ഏലക്കൻ്റെ പൊടിയാണ് ചേർത്ത്, അതായത് അതിൻ്റെ കുരു ഉണ്ടല്ലോ, മറ്റേ തൊലി ഒഴിവാക്കിയിട്ടത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതിൽ ഉപ്പ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചസാര. മധുരം ഉപ്പൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ നമ്മൾ പൊടി കുഴക്കുമല്ലോ, അതേ ഒരു ടൈപ്പിലാണ് നമ്മളിത് കുഴക്കേണ്ടത്. പച്ചവെള്ളം കൊണ്ടാട്ടോ, പച്ചവെള്ളമാണ് ഒഴിച്ചത്, ചൂടുവെള്ളമല്ല. അപ്പോൾ വെള്ളം നമുക്ക് എത്ര വേണ്ട ആവശ്യത്തിന് അങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചണ മാതിരിയാണ് കുഴച്ചിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ എള്ളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇട്ട് കൊടുത്താലും ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ പത്തിരിക്കൊക്കെ നമ്മൾ കുഴക്കണ മാതിരി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വെള്ളം കൂടുതലാവാതെ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്ന് ഓരോ നമ്മൾ പത്തിരിക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ബോൾ ഉണ്ടാക്കില്ല, ആ ബോൾ ഇതുപോലെ ഒന്ന് പരത്തുക. ഇനിയിവിടെ ചെറിയ ചെറിയ വട്ടാണ് ആക്കണത്. നമുക്ക് നമ്മളെ വലുപ്പത്തിന് ഷേപ്പൊക്കെ മാറ്റി കൊടുക്കട്ടോ. നമ്മളെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് വലിപ്പം കൂട്ടാം, കുറക്കാം, അല്ലെങ്കിൽ ബോൾസ് ആക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അതിനുശേഷം ഓയിൽ വെക്കുക, ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് നല്ല ഓയിൽ ചൂടാവണം, എപ്പോഴും ശ്രദ്ധിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഇതുപോലെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക, വറുത്തെടുക്കുക. ഇത്രേ ഉള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളെ ചായൻ്റെ കടി ഇവിടെ റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. അരിപ്പൊടി കൊണ്ട് അതും 2-3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, മക്കൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതുണ്ടോ, ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇത് കോരിയൊക്കെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. കറുമുറു തന്നെ നമുക്ക് തിന്നാം, നല്ല ടേസ്റ്റാണ്. വലിയത് വേണ്ടവർക്ക് അതിന് ഉണ്ടാക്കിയൊക്കെ. ഇതാകുമ്പോൾ മക്കൾക്ക് ചെറുതല്ലേ, ഒന്നും കൂടിയും അധികം ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ ചെറിയ ഇതാക്കി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മളെ റെസിപ്പി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണതുണ്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.